നമസ്കാരം ശ്രീജി. നമസ്കാരം. ഈ ലഹരി ഉപയോഗം, ലഹരിക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ ഇപ്പോൾ വ്യാപകമാണ്. വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇതിനൊക്കെതിരെ. അതിൽ KT ജലീൽ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മദ്രസ വിദ്യാഭ്യാസം നേടി മുസ്ലിങ്ങൾ ഇതിന് നിൽക്കുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വലിയ ഒരു ഭരണസങ്കടത്തിലാണെന്ന് തോന്നുന്നു പുള്ളി അത് പറഞ്ഞത്. എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ആദ്യം തന്നെ പറയേണ്ടത് KT ജലീലിനെ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളുടെ പേരിൽ അതിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ പ്രസ്താവനകളെ, അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളെ, അദ്ദേഹം ഒരുപക്ഷെ ED യുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും കാര്യങ്ങളുമൊക്കെ വന്നിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയൊക്കെ തന്നെ അതിനിശിതമായി വിമർശിക്കുകയും അദ്ദേഹം എന്നെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശക്തമായി പറയേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിനോട് പൂർണ്ണമായും നമ്മൾ യോജിക്കണം എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ കൂടുതലായി MDMA പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിലും അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള തെറ്റായിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നതിൽ അവർക്ക് മൊത്തത്തിലുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള അച്ചടക്കമില്ലാതെ മാറുന്നത്, അവരെ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകരോടുള്ള ബഹുമാനമില്ലായ്മ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നോ അതിന് എന്താണ് ഒരു പരിഹാരമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നതിലേക്കോ പോകാതെ, കേവലം മതത്തിൻ്റെ പേരിലാണോ ഇവിടെ ലഹരിയും സ്വർണ്ണക്കടത്തുമൊക്കെ നടത്തുന്നത്, അതിൻ്റെ പേരിലാണോ നമ്മളിവിടെ ആൾക്കാരെ പല ബ്രാക്കറ്റുകളിലേക്ക് ഉൾപ്പെടുത്തുന്നത്, മതത്തിൻ്റേതാണോ ഈ കടത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഏതെങ്കിലും മതം അത് സ്പോൺസർ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് ജലീലിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന, മതപരമായി വിമർശിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ പ്രസ്താവന പൂർണ്ണമായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റിലാണ് എന്നുള്ളത് മനസ്സിലാകും. കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള മതപഠനം ചെറിയ പ്രായം മുതൽ കിട്ടുന്ന ആൾക്കാരാണ്. ധാർമ്മിക പഠനം എന്ന പേര് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മതം അനുശാസിക്കുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന മതനിഷ്ഠകൾക്കനുസരിച്ച് വളരെ ധാർമ്മിക മൂല്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം എന്നാണ് ഓരോ മുസ്ലിമിനോടും ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എങ്കിൽ അത് പഠിപ്പിക്കുന്നത് മദ്രസകളിലാണ്. പക്ഷേ മദ്രസകളിൽ നിന്നുള്ള ധാർമ്മിക പഠനം ഒരുപക്ഷെ അത്ര ഇഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ളതാണ് ഈ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട്, ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു താരതമ്യം കൂടി നടത്തുന്നുണ്ട്. അത് ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹിന്ദുവിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ടീച്ചിങ്, റിലീജിയസ് ടീച്ചിങ് കിട്ടുന്നില്ല. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. മതപഠനം എന്നൊരു കാര്യം ഉണ്ടാകുന്നില്ല, ധാർമ്മിക പഠനം എന്നൊരു കാര്യം ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടത് ഉണ്ടാകുന്നില്ല. ആ രീതിയിലേക്ക് ഓരോ കുട്ടിക്കും, ഓരോ ഹിന്ദു കുട്ടിക്കും ചെറിയ പ്രായം മുതൽ ഒരു ആധ്യാത്മിക ഗുരു പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു റിലീജിയസ് പ്രീച്ചിങ് ഒന്നും തന്നെ കിട്ടാതിരിക്കുന്ന ഈ ഹിന്ദു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തുന്ന ധാർമ്മിക നിലവാരം എന്നത് മുസ്ലിം കുട്ടികളെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനെ കോൺട്രാസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കിട്ടുന്നില്ല, പക്ഷേ എങ്കിലും അവരുടെ ധാർമ്മിക മൂല്യം വളരെ ഉയർന്നതാണ്. മുസ്ലിം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം മുതൽ തന്നെ മതവിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പക്ഷേ അവരുടെ ധാർമ്മിക മൂല്യം താഴോട്ട് പോകുന്നു. ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ബിഹേവിയർ ഉണ്ട്. ഇതിനെയാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ ഈ ഹിന്ദു കുട്ടികളെക്കാൾ അല്ലെങ്കിൽ ഇതര മതത്തിലുള്ള മറ്റുള്ള ആൾക്കാരെക്കാൾ കൂടുതലായിട്ടുള്ള ഉയർന്ന ധാർമ്മിക മൂല്യം പ്രകടിപ്പിക്കേണ്ടത് മുസ്ലിം കുട്ടികളാണ്. കാരണം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പക്ഷേ അത് അപര്യാപ്തമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് ശരിയായ ദിശയിലല്ല എന്നുള്ളത് കൊണ്ടാവാം കൂടുതലായിട്ടുള്ള ആൾക്കാർ ഈ മതം പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് എന്നാണ്. എത്ര പോസിറ്റീവായിട്ടുള്ള, കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിമർശനമാണത്. അത് പ്രത്യേകിച്ചൊരു സ്വയം വിമർശനമാണ്. അതിലൊരു വർഗീയതയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഹിന്ദുമതത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവണതയെ ഞാൻ വിമർശിച്ചാൽ, അതിനെ എത്ര നിശിതമായി വിമർശിച്ചാലും അത് വർഗീയതയായി മാറില്ല. കാരണം ഞാൻ അവിടെ തന്നെ ഉള്ളയാളാണ്. അതേപോലെ ഒരു ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന മുസ്ലിമായിട്ടുള്ള, ഒരു പ്രാക്ടീസിങ് മുസ്ലിമായിട്ടുള്ള KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂവിൽ നിന്നുണ്ടായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വിമർശനമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്ക് നമുക്ക് വർഗീയതയോ അല്ലെങ്കിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കണമെന്നോ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹം ഇതര മതസ്ഥരെ മോശമായിട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു ആത്മവിമർശനം സ്വന്തം മതവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഹിന്ദുക്കളുടേതും അങ്ങനെ പോകുന്നു എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. മറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉയർന്ന ധാർമ്മിക മൂല്യമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് അതിനേക്കാൾ ഉയർന്ന ധാർമ്മിക മൂല്യം കിട്ടിക്കൂടാ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പലതും പറയുന്നുണ്ട്. ഇതിൻ്റെ കോസായിട്ട്, റൂട്ട് കോസായിട്ട്
അദ്ദേഹം പറയുന്നത് പണത്തിനോടുള്ള ആർത്തിയാണ് എന്നാണ്. ആർത്തി എന്ന വാക്ക് തന്നെ അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം പണം കിട്ടുന്നതിന് വേണ്ടി, സ്വർണം കടത്തുന്നതിന് വേണ്ടിയിട്ട്, ലഹരി കടത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ മതശാസനയ്ക്ക് അപ്പുറമായിട്ട് ചിന്തിക്കാനായിട്ട് മുസ്ലിം യുവാക്കൾ ശ്രമിക്കുന്നു. ഇതൊന്നും തന്നെ ചെയ്യുന്നത് കുഴപ്പമല്ല എന്ന് അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒരുപക്ഷെ കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഈ ആർത്തി ഇല്ലാതെയാക്കുക. അതായത് പണത്തിനോടുള്ള ആർത്തി ഇല്ലാതെയായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആ മാതൃക സെറ്റ് ചെയ്ത് കുട്ടികൾ അതിനനുസരിച്ച് വളരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആരെ വിശ്വസിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെൽഫ് കറക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം, അത് പ്രത്യേകിച്ച് മതപണ്ഡിതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള അഭിപ്രായം ജലീൽ പ്രകടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇത് അത്രയും മതനിഷിദ്ധമാണെന്നുള്ള ഒരു മതവിധി പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളയാളാണ് അദ്ദേഹം. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആദ്യമായിട്ടല്ല ഈ സ്വന്തം മതവിഭാഗത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ജലീൽ പരസ്യമായിട്ട് അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിമർശനം ആർക്കാണ്? വിമർശനം മതപണ്ഡിതർക്കാണ്. അതായത് ഈ മദ്രസകളിലുള്ള എഡ്യൂക്കേഷൻ തൃപ്തികരമല്ല, ധാർമ്മികമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോ ആ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനോ ഈ വിദ്യാഭ്യാസം പര്യാപ്തമല്ല എന്നുള്ളൊരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം മദ്രസകളുമായി ബന്ധപ്പെട്ട് നിരവധി പോക്സോ കേസുകൾ ഉണ്ടാകുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായ ധാർമ്മിക മൂല്യത്തോടു കൂടി വളർന്നു വരുന്നതിനാണ് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് അവിടെ പോക്സോ കേസ് ഉണ്ടാവുക? എങ്ങനെയാണ് ഈ ധാർമ്മികത നിങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകന് കുട്ടികളെ മോശം രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ കുറേയധികം പ്രശ്നമുണ്ട് എന്നും അതിൽ കറക്ഷൻ ഉണ്ടാകണം എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു TV ചർച്ചയിൽ കണ്ടു. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ വന്നിട്ട് കഴിഞ്ഞ കുറേ കാലം 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിരിക്കുന്ന ഹവാല ഇടപാടുകൾ പിടിച്ചിരിക്കുന്നത്, സ്വർണ്ണക്കടത്ത് പിടിച്ചിരിക്കുന്നത്, ലഹരിക്കടത്ത് പിടിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം കണക്കുകൾ കൊണ്ടുവന്നു. ഈ കണക്കുകൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ഇത്ര ശതമാനം, 10% താഴെ മാത്രമേ മുസ്ലിങ്ങളെ ഉള്ളൂ എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് 90%-ലധികം ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. അതുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവിടെ കുറവാണ്. അപ്പോൾ ജലീൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മുസ്ലിം പോലും അതിലേക്ക് പോകരുത് എന്ന രീതിയിലത്തേക്കുള്ള പ്രബോധനമാണ് ധാർമ്മികമായിട്ട് ഇസ്ലാം പഠിപ്പിക്കേണ്ടത്, മദ്രസകളിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത മൂലം ഈ 10% അല്ലെങ്കിൽ പോട്ടെ 5% ആയാലും ആൾക്കാർ വഴിതെറ്റി പോകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഈ കണക്ക് അവതരിപ്പിക്കുന്ന ആൾ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജലീലിൻ്റെ വിമർശനം വളരെ വാലിഡാണ്. ഒരുപക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്, അവരുടെ മതസംഘടനകളാണ്, അവരുടെ ആത്മീയ ആചാര്യന്മാരാണ്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന സമസ്ത പോലെയുള്ള ഓർഗനൈസേഷൻസ്, അവരുടെ പല മതപണ്ഡിതരായിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാവരും തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് മദ്രസകളിലെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കുട്ടികളെ ധാർമ്മികമായി ഉയർത്തുന്നതിന് വേണ്ടുന്ന രീതി അഡോപ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? കാരണം നമ്മൾ പറയുന്നത് നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ധാർമ്മികത നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മെയിൻ സ്ട്രീം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ആളാണെങ്കിലും മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ആളാണെങ്കിലും സമൂഹത്തിന് ഗുണമുള്ള ആൾക്കാരായിട്ട് ജീവിക്കുക, മറ്റുള്ള ആൾക്കാരോട് ബഹുമാനം ഉണ്ടാവുക, സഹിഷ്ണുത ഉണ്ടാവുക, സാഹോദര്യം ഉണ്ടാവുക, തെറ്റായിട്ടുള്ള ക്രിമിനൽ ആക്ടുകളിലേക്ക് പോകാതിരിക്കുക. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ട് തന്നെ വെറുക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ലഹരി. ഇതവർ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അവരുപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ബിസിനസ്സിലും അവർ ഉൾപ്പെടാൻ പോലും പാടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ കാരിയറായിട്ട് പോലും പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. എന്നിട്ടും സ്വന്തം ശരീരത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്ന എത്രയോ ആൾക്കാർ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടുകളിൽ നിന്ന് അറസ്റ്റിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പ്രശ്നം പണത്തിനോടുള്ള താല്പര്യമാണ്. അത് ആർത്തി എന്ന് ജലീൽ പറയുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ പ്രേരിതരാകുന്നതാകാം. അതായത് പല ആൾക്കാരും ചിലപ്പോൾ അവരെ ക്യാൻവാസ് ചെയ്തിട്ട് അവരോട് പറയുന്നുണ്ടാവും, ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ മതി, പിന്നെ കേസും കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ അതിലേക്ക് പോകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ അതിലേക്ക് ഒരുപക്ഷെ കാരിയറായിട്ട് പോകുന്നത്. ഇതേ കാര്യം സ്വർണത്തിന് മാത്രമല്ല, ഹവാല ഇടപാടുകളിൽ, അതേപോലെ ലഹരി ഇടപാടുകളിൽ അദ്ദേഹം പറയുന്നത് പോലെ MDMA, കഞ്ചാവ് തുടങ്ങി കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ടീച്ചിങ്ങിൻ്റെ അപര്യാപ്തതയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന വിമർശനം ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് പകരം ഇത് പറയുന്ന ജലീലിനെ കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങും എത്തില്ല എന്നുള്ളതാണ് എനിക്ക് മുസ്ലിം മതപണ്ഡിതന്മാരോടും സംഘടനകളോടും പറയാനുള്ളത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പോസിറ്റീവായി തന്നെ സ്വീകരിച്ച് അതിനുള്ള മറുപടി അദ്ദേഹത്തിന് നൽകുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കറക്ഷൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. താങ്ക് യു ശ്രീജ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.